Dear students, structural organization in animals. നമ്മൾ ഫസ്റ്റ് ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞു എപ്പിത്തീലിയൽ ടിഷ്യൂ. നമ്മൾ ആനിമൽ ടിഷ്യൂസിനെ കുറിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. 4 തരം ടിഷ്യൂസ് ഉണ്ടെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു അല്ലേ? എപ്പിത്തീലിയൽ ടിഷ്യൂസ്, കണക്റ്റീവ് ടിഷ്യൂസ്, പിന്നെ മസ്കുലർ ടിഷ്യൂ ആൻഡ് ന്യൂറൽ ടിഷ്യൂ. അതിൽ എപ്പിത്തീലിയൽ ടിഷ്യൂസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കാണ് കണക്റ്റീവ് ടിഷ്യൂ. എന്താണ് കണക്റ്റീവ് ടിഷ്യൂ? പേരിൽ തന്നെ അറിയാം, വിച്ച് കണക്റ്റ് ചെയ്യുന്ന ഒരു ടിഷ്യൂ ആണ്. മറ്റുള്ള ടിഷ്യൂസിനെ കണക്റ്റ് ചെയ്യുന്ന ടിഷ്യൂസിനെയാണ് നമ്മൾ കണക്റ്റീവ് ടിഷ്യൂസ്, അല്ലെങ്കിൽ അതിൻ്റെ മലയാളം സംയോജന കലകൾ, സംയോജിപ്പിക്കാൻ സഹായിക്കുന്ന കലകൾ എന്നാണ് ഇവയുടെ മലയാളം. എന്തൊക്കെയാണ് കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ പ്രത്യേകതയെന്ന് നോക്കാം. കണക്റ്റീവ് ടിഷ്യൂ പല തരത്തിലേ ഉണ്ട്, നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. അതിന് മുമ്പ് അതിൻ്റെ ജനറലായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ലിങ്ക്സ് ആൻഡ് സപ്പോർട്ട്സ് അതർ ടിഷ്യൂസ് ഓർ ഓർഗൻസ്. ലിങ്ക് ചെയ്യും, കണക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റ് ടിഷ്യൂസിനെ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്ന ടിഷ്യൂസിനെയാണ് നമ്മൾ കണക്റ്റീവ് ടിഷ്യൂസ്. ഇറ്റ് ലിങ്ക്സ് ആൻഡ് സപ്പോർട്ട് അതർ ടിഷ്യൂസ് ആൻഡ് ഓർഗൻ. മോസ്റ്റ് അബണ്ടൻറ്റ് ഇൻ കോംപ്ലക്സ് ആനിമൽ. ഏറ്റവും കൂടുതൽ കാണുന്ന ടിഷ്യൂസും ഏത് തന്നെയാണ്? കണക്റ്റീവ് ടിഷ്യൂ. ഓൾ കണക്റ്റീവ് ടിഷ്യൂസ് എക്സെപ്റ്റ് ബ്ലഡ് ഹാവ് ഫൈബ്രോബ്ലാസ്റ്റ് സെൽസ്. They secrete fibrous proteins called collagen and elastin. They give strength, elasticity and flexibility to tissue. അപ്പോൾ ഈ കണക്റ്റീവ് ടിഷ്യൂവിൽ കുറേ ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ബ്ലഡ് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. പക്ഷേ ഈ ബ്ലഡ് ഒഴിച്ച് ബാക്കി എല്ലാ കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ അകത്തും ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു പ്രത്യേകതരം സെൽസ് ഉണ്ട്, ഫൈബ്രോബ്ലാസ്റ്റ് സെൽസ് എന്ന് പറയും, വിച്ച് പ്രൊഡ്യൂസ് ഫൈബേഴ്സ്. ദേ സെക്രീറ്റ് ഫൈബ്രസ് പ്രോട്ടീൻ. ഒരു ഫൈബ്രസ് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും, ഒരു നാരുകൾ. ആ നാരുകളുടെ പേരാണ് കൊളാജൻ ഫൈബേഴ്സ് എന്നും ഇലാസ്റ്റിൻ ഫൈബേഴ്സ് എന്ന് പറയും. അപ്പോൾ ഇത് രണ്ടും നിർമ്മിച്ചിരിക്കുന്ന 2 തരം പ്രോട്ടീൻസ് ആണ്, കൊളാജൻ എന്ന് പറയുന്ന പ്രോട്ടീനും ഇലാസ്റ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീനും. അപ്പോൾ ഈ 2 തരം പ്രോട്ടീൻസ് ഈ പടത്തിൽ കാണുമ്പോൾ നമുക്കറിയാം കൊളാജൻ പ്രോട്ടീൻസും ഇലാസ്റ്റിൻ പ്രോട്ടീൻസും ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് പ്രോട്ടീൻസിനെ നമുക്ക് എവിടെ കാണാം? ഈ കണക്റ്റീവ് ടിഷ്യൂവിൽ കാണാൻ കഴിയും. ഇതാണ് ഫൈബ്രോബ്ലാസ്റ്റ് സെല്ലുകൾ, ഈ ബ്ലൂ കളർ കാണുന്നത്. അത് ഇറ്റ് സെക്രീറ്റ് 2 ടൈപ്സ് ഓഫ് ഫൈബേഴ്സ്. ഇവിടെ കനമുള്ള ഫൈബേഴ്സും ഉണ്ട്, കനമില്ലാത്ത ഫൈബേഴ്സും ഉണ്ട്. കനമുള്ള ഫൈബേഴ്സിനെയാണ് കൊളാജൻ ഫൈബേഴ്സ് എന്നും കനമില്ലാത്ത ഫൈബേഴ്സിനെ നമ്മൾ ഇലാസ്റ്റിൻ ഫൈബേഴ്സ് എന്നും പറയും. അപ്പോൾ ഇതൊരു യുണീക്ക് ഫീച്ചറാണ് ആരുടെ? കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂവിൽ ഈ 2 ടൈപ്സ് ഓഫ് ഫൈബേഴ്സ് നമുക്ക് കാണാൻ കഴിയും. ഈ ഫൈബേഴ്സ് ഉള്ളത് കൊണ്ടാണ് കണക്റ്റീവ് ടിഷ്യൂവിന് സ്ട്രെങ്ത്തും ഇലാസ്റ്റിസിറ്റി ഫ്ലെക്സിബിലിറ്റി ഒക്കെ കിട്ടുന്നത്. അതുകൊണ്ടാണ് ദ സെൽസ് ഓൾസോ സെക്രീറ്റ് മോഡിഫൈഡ് പോളിസാക്കറൈഡ്സ് അല്ലെ മാട്രിക്സ് വിച്ച് അക്യുമുലേറ്റ് ബിറ്റ്വീൻ ദി സെൽസ് ആൻഡ് ഫൈബേഴ്സ്. ഇതിനിടയിലായിട്ട് ഇതിനൊരു സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടി ഒരു പോളിസാക്കറൈഡ് മാട്രിക്സ് ഉണ്ട്. മാട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡർസെല്ലുലാർ ഫ്ലൂയിഡിനെയാണ് നമ്മൾ, അതായത് ഇതിൻ്റെ ഇടയിലൊക്കെ ഉള്ള ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ മാട്രിക്സ് എന്ന് പറയുന്നത്. അതൊരു പോളിസാക്കറൈഡ് കൊണ്ട് നിർമ്മിച്ച ഒരു മാട്രിക്സ് ഇവർക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അതാണ് ജനറലായിട്ട് കണക്റ്റീവ് ടിഷ്യൂ. ഇനി കണക്റ്റീവ് ടിഷ്യൂ ഓരോ ടൈപ്പ് ഉണ്ട്, അവ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. നോക്കിയേ എന്തൊക്കെയാണ് കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ഡിവിഷൻസ്. ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക, ബുക്കിൽ എഴുതിയും വെക്കുക. കണക്റ്റീവ് ടിഷ്യൂവിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കാണ്, കണ്ടോ? ഇവയാണ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. അപ്പോൾ നോക്കിയേ, ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ഓരോന്നായിട്ട് നോക്കുമ്പോൾ അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്തേക്കാണ്, കണ്ടോ? എന്തൊക്കെയാണ്? ഏറിയോള ടിഷ്യൂ എന്നും അഡിപ്പോസ് ടിഷ്യൂ എന്നും. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആർ ഓഫ് 2 ടൈപ്പ്, ഏറിയോള ടിഷ്യൂ ആൻഡ് അഡിപ്പോസ് ടിഷ്യൂ. ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂവിനെ ഡെൻസ് റെഗുലർ ടിഷ്യൂ എന്നും ഡെൻസ് ഇറഗുലർ ടിഷ്യൂ എന്നും പറയും. അപ്പോൾ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂവിനെ ഡെൻസ് റെഗുലർ എന്നും ഡെൻസ് ഇറഗുലർ എന്നും പറയും. ഇനി മൂന്നാമത്താണ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. അത് 3 ടൈപ്പ് ഉണ്ട്, കാർട്ടിലേജ്, ബോണ് ആൻഡ് ബ്ലഡ്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന പടങ്ങൾ ഇതാണ്. അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂവിനെ ആദ്യം നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു: ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. ഇനി എന്തുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മാട്രിക്സ്, ഞാൻ പറഞ്ഞില്ലേ, ഇവർ കിടക്കുന്ന ഇവരുടെ ടിഷ്യൂസിൻ്റെ അകത്ത് പലതരം കോശങ്ങളുണ്ട്. ആ കോശങ്ങളൊക്കെ കിടക്കുന്ന ആ ഇൻ്റർ സെല്ലുലാർ ഫ്ലൂയിഡിനെയാണ് നമ്മൾ മാട്രിക്സ് എന്ന് പറയുന്നത്.
ആ മാട്രിക്സിൻ്റെ സ്പെഷ്യാലിറ്റി അനുസരിച്ചാണ് നമ്മൾ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് സ്പെഷ്യലൈസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത് അത് മാട്രിക്സ് ഇസ് ലൂസ്, അധികം കട്ടിയില്ലാത്ത ടൈപ്പാണ് ഈ കണക്റ്റീവ് ടിഷ്യൂ. അതേസമയം ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ അതിൽ ദ മാട്രിക്സ് ഇസ് ഡെൻസ്, നല്ല കട്ടിയോടുകൂടിയ മാട്രിക്സ് ആയിരിക്കും അവർക്കുള്ളത്. ആ ഇൻറ്റർസെല്ലുലാർ സ്പേസ് എല്ലാം നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത്, അല്ലേ, സോളിഡ് ടൈപ്പാണ്. അതിന് ഈ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂസിന് എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ ഉണ്ട്. അത് നമുക്ക് ഓരോന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിനെ ആദ്യം പഠിക്കാം, പിന്നെ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ, സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റിൽ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ എന്താണെന്ന് നോക്കാം. ഇൻ ദിസ് സെൽസ് ഏതൊക്കെയാണ്? ഫൈബ്രോബ്ലാസ്റ്റ്, മാക്രോഫാജസ്, മാസ്റ്റ് സെൽസ് എക്സെട്ര ആൻഡ് ഫൈബേഴ്സ് ആർ ലൂസ്ലി അറേഞ്ച്ഡ് ഇൻ സെമി ഫ്ലൂയിഡ് മാട്രിക്സ്. ഇതിൻ്റെ അകത്തുള്ള സെല്ലുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ അകത്തുള്ള കോശങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. അതിൻ്റെ അകത്ത് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഫൈബ്രോബ്ലാസ്റ്റുകളുണ്ട്, മാക്രോഫാജുകളുണ്ട്, മാക്രോഫാജസ് എന്ന് പറയുന്ന അമീബോയിഡ് സെല്ലുകളുണ്ട്, മാസ്റ്റ് കോശങ്ങൾ എന്ന് പറയുന്ന കോശങ്ങളും ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം ആണ് ഈ ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൽ ഉള്ളത്. ഇത് കൂടാതെ ഫൈബേഴ്സും ഉണ്ട്. ഫൈബ്രോബ്ലാസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൊളാജൻ ഫൈബേഴ്സും ഇലാസ്റ്റിൻ ഫൈബേഴ്സും ഇതിൻ്റെ അകത്ത് ആർ ലൂസ്ലി അറേഞ്ച്ഡ് ഇൻ എ സെമി ഫ്ലൂയിഡ് മാട്രിക്സ്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ലൂസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ മാട്രിക്സ് അധികം ഡെൻസ് അല്ല, ഇറ്റ് ഈസ് സെമി ഫ്ലൂയിഡ്, ഒരുമാതിരി കുഴമ്പൻ രൂപത്തിലാണ് അവരുടെ മാട്രിക്സ് ഇരിക്കുന്നത്. ഇനി ഇറ്റ് ഈസ് ഓഫ് ടു ടൈപ്സ്. എന്തൊക്കെയാണ്? ഏറിയോളാർ ടിഷ്യൂ ആൻഡ് അഡിപ്പോസ് ടിഷ്യൂ. ഇതാണ് ഏറിയോളാർ, ഇത് അഡിപ്പോസ് ടിഷ്യൂ. ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. എന്തൊക്കെയാണ് ഏറിയോളാർ ടിഷ്യൂ ആൻഡ് അഡിപ്പോസ് ടിഷ്യൂ? ഏറിയോളാർ ടിഷ്യൂവിൻ്റെ പ്രത്യേകതയാണ് നമ്മുടെ ടെക്സ്റ്റിലുള്ള പടമാണിത്. ചിലപ്പം പരീക്ഷയ്ക്ക് ഈ പടം ചോദിച്ചിട്ട് നിങ്ങളോട് ചോദിക്കാം ഇത് ടിഷ്യൂവിൻ്റെ പേരെന്താണ്, അല്ലെ ഇത് ഏത് ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ് എന്നൊക്കെ ചിലപ്പം ചോദിക്കാം. അപ്പോൾ ഇത് കാണപ്പെടുന്നത് എവിടെയാണ്? ഇറ്റ് പ്രസൻറ്റ് ബിനീത്ത് ദ സ്കിൻ. ഈ ടിഷ്യൂസ് ഏറ്റവും കൂടുതൽ കാണുന്നുണ്ട്. അവയെല്ലാം കാണുന്നത് എവിടെയാണ്? സ്കിന്നിന് അടിയിലായിട്ടാണ്. സ്കിന്ന് നമുക്കറിയാം എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്, അല്ലേ? അപ്പോൾ എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ താഴെയായിട്ടാണ് ഈ ഏറിയോളാർ ടിഷ്യൂസ് കാണുന്നത്. ഇറ്റ് സെർവ്സ് ആസ് എ സപ്പോർട്ട് ഫ്രെയിംവർക്ക് ഫോർ എപ്പിത്തീലിയം. എപ്പിത്തീലിയത്തിനെ താങ്ങി നിർത്തുന്ന ഒരു ടിഷ്യൂ ആണ് ആര്? ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൽ വരുന്ന ഏറിയോളാർ ടിഷ്യൂ. അപ്പോൾ സ്കിന്നിനടിയിൽ കാണപ്പെടുന്ന ടിഷ്യൂസ് ആണ് വിച്ച് ഗീവ് സപ്പോർട്ട് ടു എപ്പിത്തീലിയം. എപ്പിത്തീലിയൽ ടിഷ്യൂവിന് സപ്പോർട്ട് കൊടുക്കുന്ന ടിഷ്യൂസ് ആണ് ഏറിയോളാർ ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഇനി ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൽ ഒരാളുകൂടിയുണ്ട്. ആരാണ്? അഡിപ്പോസ് ടിഷ്യൂ. അഡിപ്പോസ് ടിഷ്യൂവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സീൻ മെയിൻലി ബിനീത്ത് സ്കിൻ. അവരും സ്കിന്നിനടിയിലും ഒക്കെയാണ് കാണുന്നത്. ഇറ്റ് സെൽസ് അഡിപ്പോസൈറ്റ്സ് സ്റ്റോർ ഫാറ്റ്. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. ഇതിൻ്റെ അകത്തെ കോശങ്ങളെ വിളിക്കുന്ന പേരാണ് അഡിപ്പോസൈറ്റ്സ് എന്ന് പറയും. അഡിപ്പോസൈറ്റ്സ് എന്ന് പറയുന്ന കോശങ്ങളുണ്ട്. ഈ അഡിപ്പോസൈറ്റ്സ് എന്തിന് സഹായിക്കുന്നു? സ്റ്റോർ ഫാറ്റ്. ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന ടിഷ്യൂസ് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് അഡിപ്പോസ് ടിഷ്യൂ. അഡിപ്പോസൈറ്റ്സ് എന്നാണ് കോശങ്ങളെ പറയുന്നത്. എക്സസ് ന്യൂട്രിയൻസ് ആർ കൺവേർട്ടഡ് ഇൻ ടു ഫാറ്റ് ആൻഡ് സ്റ്റോർഡ് ഇൻ ദിസ് ടിഷ്യൂ. ഇപ്പം നമ്മുടെ ബോഡിയിൽ ഇപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ അകത്തൊക്കെ എക്സ്ട്രാ ഫുഡ് മെറ്റീരിയൽസ് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കൺവേർട്ട് ചെയ്ത് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, അല്ലേ? അപ്പോൾ ആ ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന കോശങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അഡിപ്പോസൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് അഡിപ്പോസ് ടിഷ്യൂ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്, ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ടിഷ്യൂസ് ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് അഡിപ്പോസ് ടിഷ്യൂ എന്ന് ഓർത്തിരുന്നോണം. അടുത്ത നമ്മൾ പറഞ്ഞ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. ഫൈബേഴ്സ് ആൻഡ് ഫൈബ്രോബ്ലാസ്റ്റ് ആർ കോമ്പാക്ട്ലി പാക്ഡ്. അതായത് ഇതിൻ്റെ അകത്ത് മറ്റേ നമ്മൾ ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൽ സെൽസും മാട്രിക്സും എല്ലാം ലൂസായിട്ടായിരുന്നു കിടന്നത്, അല്ലേ? ഇവിടെ അങ്ങനെയല്ല, ഡെൻസാണ്. അതിൻ്റെ അകത്തെ കോശങ്ങളും അതിൻ്റെ അകത്തെ ഫൈബേഴ്സും എല്ലാം അടുക്കി പറക്കിയാണ് വെച്ചിരിക്കുന്നത്. കോമ്പാക്റ്റായിട്ട് അടുക്കി വെച്ചേക്കുന്നത്. അങ്ങനെ അടുക്കി വെച്ചേക്കുന്നത് കൊണ്ടാണ് അതിനെ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. അത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്, ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ. ഇതാണ് ഡെൻസ് റെഗുലർ. ഇത് അടുക്കി ഇരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ ആണെങ്കിൽ അങ്ങനെയല്ല, അടുക്കിലല്ല ഇരിക്കുന്ന ആ സെൽസും ഫൈബേഴ്സും. അതുകൊണ്ടാണ് ഇതിനെ ഡെൻസ് ഇറഗുലർ എന്ന് പറയുന്നത്. ഇത് ഡെൻസ് റെഗുലറും ഇത് ഡെൻസ് ഇറഗുലർ എന്നും പറയും.
ഇനി ഓരോന്നായിട്ട് നോക്കാം എന്തൊക്കെയാണ് റെഗുലർ ടിഷ്യൂ. അപ്പോൾ റെഗുലർ ടിഷ്യൂവിൻ്റെ ഡയഗ്രാമാണ് നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു ഡയഗ്രാമാണ് ഈ ഡയഗ്രാം. ഇത് ഓർത്ത് വെക്കുക. ഇതിൻ്റെ അകത്ത് ഫൈബേഴ്സ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. ഷോസ് റെഗുലർ പാറ്റേൺ ഓഫ് ഫൈബേഴ്സ് നല്ല റെഗുലറായിട്ട് ഇങ്ങനെ അടുക്കി വെച്ച് ചെതറിയല്ല കിടക്കുന്നത്, ഒരു പ്രത്യേക പാറ്റേണിൽ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കും. കൊളാജൻ ഫൈബേഴ്സ് പ്രസൻറ്റ് ഇൻ റോ ബിറ്റ്വീൻ മെനി പാരലൽ ബണ്ടിൽസ് ഓഫ് ഫൈബേഴ്സ്. അത് പല റോസ് ആയിട്ട് ഇങ്ങനെ നമുക്ക് ഓരോ ബണ്ടിൽസ് ആയിട്ടാണ് ഇവർ കാണപ്പെടുന്നത്. എക്സാമ്പിൾ ടെൻഡൻ ആൻഡ് ലിഗമെൻറ്റ്സ്. ഈ ഡെൻസ് റെഗുലർ ടിഷ്യൂവിന് ഉദാഹരണമാണ് ടെൻഡനും ലിഗമെൻറ്റും. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് ടെൻഡനും ലിഗമെൻറ്റും എന്താണെന്ന്. എന്തൊക്കെയാണ് ടെൻഡൻ ആൻഡ് ലിഗമെൻ്റ് എന്ന് പറയുന്നത്? ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ അകത്തുള്ള വരുന്നതാണ് ടെൻഡനും ലിഗമെൻറ്റും. ടെൻഡൻ എന്ന് പറഞ്ഞാൽ അറ്റാച്ച് സ്കെൽറ്റൽ മസിൽസ് ടു ബോൺ. സ്കെൽറ്റൽ മസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോൺസുമായിട്ട് പറ്റിപ്പിടിച്ചിരിക്കുന്ന മസിൽസിനെയാണ് നമ്മൾ സ്കെൽറ്റൽ മസിൽ എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മളിപ്പോൾ കൈയുടെ ബൈസെപ്സ് മസിൽസ് അല്ലേ, കയ്യിലുള്ള മസിൽ, ഈ മസിൽ എവിടേക്ക് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്? നമ്മുടെ കയ്യിലുള്ള ബോണുമായിട്ട് അറ്റാച്ച് ചെയ്യും. അപ്പോൾ അങ്ങനെ ബോണും മസിലിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ടിഷ്യൂസിന് പറയുന്ന പേരാണ് ടെൻഡൻ. അപ്പോൾ ഒരു മസിലിനെ ഒരു ബോണുമായിട്ട് കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന ടിഷ്യൂസിൻ്റെ പേരാണ് ടെൻഡൻ, ഓർത്തിരിക്കുക. ലിഗമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബോണിനെ മറ്റൊരു ബോണുമായിട്ട് കണക്ട് ചെയ്യുക. അതായത് ലിഗമെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കാലിൻ്റെ ഈ മുട്ടുഭാഗത്ത്, കാലിൻ്റെ മുട്ടിൻ്റെ അവിടെ, കണങ്കാലിൻ്റെ ഭാഗത്ത് ഒക്കെ ഓരോ ജോയിൻറ്റുകളിലും രണ്ട് ബോണുകളെ തമ്മിൽ കണക്റ്റഡ് ആണ് അല്ലേ. ബോണുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന കണക്റ്റീവ് ടിഷ്യൂസിന് പറയുന്ന പേരാണ് ലിഗമെൻറ്റുകൾ എന്ന്. അപ്പോൾ ഇത് രണ്ടും ഓർത്തിരുന്നോണ്ട് തിരിഞ്ഞു പോകല്. ടെൻഡൻ മീൻസ് മസിൽ വിച്ച് ഇസ് എ കണക്റ്റീവ് ടിഷ്യൂ which connects a muscle to bone, and ligament is a connective tissue which connects one bone to another, അല്ലെ bone to bone കണക്ട് ചെയ്യുന്നതാണ് ലിഗമെൻറ്റ്. അപ്പം നിങ്ങൾ ബോണുകൾ എന്ന് പറയുമ്പോൾ എല്ലുകളില്ലേ, എല്ലുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന എല്ല് ചേർത്ത വാക്ക് എന്ന് ഓർത്തിരുന്നാൽ തെറ്റിപ്പോകത്തില്ല. എല്ല് ചേർത്ത വാക്കാണ് ലിഗമെൻറ്റ്. അങ്ങനെ ആ രീതിയിൽ ഓർത്തിരുന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുക. അപ്പോൾ എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലിഗമെൻറ്റും മസിലിനെ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്നതിനെ ടെൻഡനും. ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ് ടെൻഡൻ ആൻഡ് ലിഗമെൻറ്റ്. നെക്സ്റ്റ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ അത് വരുന്നതാണ് ഡെൻസ് ഇറഗുലർ ടിഷ്യൂസ് അല്ലേ. ഇറഗുലർ ആ പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ അകത്തെ ഫൈബേഴ്സും സെൽസും ഒന്നും കോമ്പാക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടില്ല, സ്കാറ്റേർഡ് ആണ് അല്ലേ. ഇറഗുലർ പാറ്റേൺ ഓഫ് ഫൈബ്രോബ്ലാസ്റ്റ് ആൻഡ് ഫൈബേഴ്സ്, മോസ്റ്റ്ലി കൊളാജൻ ഫൈബേഴ്സ് ഇങ്ങനെ ചെതറിയാണ് കിടക്കുന്നത്. ഇറ്റ് പ്രസൻറ്റ് ഇൻ സ്കിൻ, നമ്മുടെ സ്കിന്നിലാണ് അതും കാണുന്നത്. ഡെൻസ് ഇറഗുലർ ടിഷ്യൂ കാണുന്നത് സ്കിന്നിന് താഴെയായിട്ട് ആണ്. കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ എപ്പിത്തീലിയൽ ടിഷ്യൂസിൻ്റെ താഴെയായിട്ട് തന്നെയാണ് അതും കാണപ്പെടുന്നത്. ഇനി നമ്മൾ മൂന്നാമത് പറഞ്ഞത് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. സ്പെഷ്യലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലൈസേഷൻ അതിന് കാണും. അത് 3 ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ബോണുണ്ട്, കാർട്ടിലേജ് ഉണ്ട്, പിന്നെ നമ്മൾ ബ്ലഡും പറഞ്ഞിരുന്നു. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഇതിപ്പോൾ കാണിച്ചിരിക്കുന്ന കാർട്ടിലേജിൻ്റെ പടമാണ്. കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലേ, സോഫ്റ്റ് ബോൺ ആണ്. സോഫ്റ്റ് ബോൺ അല്ലെങ്കിൽ തരുണാസ്ഥി എന്ന് പറയും. ഇൻ ദിസ് ഇന്റർസെല്ലുലാർ മാട്രിക്സ് അല്ലെ മെറ്റീരിയൽ ഈ സോളിഡ് ആൻഡ് പ്ലയബിൾ ഡ്യൂ ടു കോൺട്രിറ്റിൻ സോൾട്സ് ആൻഡ് റെസിസ്റ്റ് കംപ്രഷൻ. അതായത് കാർട്ടിലേജ് എന്ന് പറയുമ്പോൾ ഇന്റർസെല്ലുലാർ മെറ്റീരിയൽ, അതായത് ഞാൻ സെല്ലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഒരു ടിഷ്യൂ ആകുമ്പോൾ അതിൻ്റെ അകത്ത് ധാരാളം സെൽസ് കാണും. ആ സെൽസ് ഇങ്ങനെ സ്കാറ്റർ ചെയ്താണ് കാണുന്നത്. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ മെറ്റീരിയൽ, അതായത് അതിനെ മാട്രിക്സ് എന്ന് പറയും. മാട്രിക്സ് സോളിഡ് ആയിട്ടുള്ളതുമാണ്, പക്ഷേ പ്ലയബിളുമാണ്. പ്ലയബിൾ മീൻസ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതാണ്. ആൻഡ് റെസിസ്റ്റ് കംപ്രഷൻ. ഇപ്പോൾ എന്തെങ്കിലും കംപ്രഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യാനും അല്ലെങ്കിൽ തേയ്മാനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനും ഒക്കെ വേണ്ടിയാണ് ഈ കാർട്ടിലേജ് പലയിടത്തുമായിട്ട് നമ്മുടെ ബോഡിയിൽ കാണുന്നത്. കാർട്ടിലേജ് പക്ഷെ നമ്മുടെ ശരീരത്തിൽ കുറവാണ് ദാൻ ദ ബോണാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. കാർട്ടിലേജ് സെൽസ് കോൾഡ് കോൺഡ്രോസൈറ്റ്സ് ആർ എൻക്ലോസ്ഡ് ഇൻ സ്മോൾ ക്യാവിറ്റീസ് വിത്തിൻ ദ മാട്രിക്സ് സെക്രീറ്റഡ് ബൈ ദം. ഈ മാട്രിക്സിനുള്ളിലുള്ള ചില അറകൾക്കുള്ളിലാണ് ഈ കാർട്ടിലേജ് കോശങ്ങൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പടവും അത് തന്നെയാണ്. ഇങ്ങനെയുള്ള അറകളുണ്ട്. ഈ മാട്രിക്സ് എന്ന് പറയുന്ന അറിയാലോ, സെല്ലിന് ചുറ്റിനുമുള്ള ആ ഫ്ലൂയിഡിനെയാണ് നമ്മൾ മാട്രിക്സ് എന്ന് പറയുന്നത്. അത് ചിലരിൽ
സോളിഡായിട്ടിരിക്കും, ചിലത് സെമി ഫ്ലൂയിഡായിട്ടിരിക്കും, ഫ്ലൂയിഡായിട്ടിരിക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് ഇച്ചിരി ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു ബോണാണ് ഈ കാർട്ടിലേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉള്ള അറകൾക്കുള്ളിലാണ് കാർട്ടിലേജ് കോശങ്ങൾ ഇരിക്കുന്നത്, കാർട്ടിലേജ് സെൽസ്. കാർട്ടിലേജ് സെല്ലുകളുടെ പേര് ഓർത്തിരുന്നോണം, കോൺഡ്രോസൈറ്റ്സ് എന്നാണ് അവരെ പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ കാർട്ടിലേജ് ഇൻ വെർട്ടിബ്രേറ്റ് എംബ്രിയോ ആർ റീപ്ലേസ്ഡ് ബൈ ബോൺ ഇൻ അഡൽട്ട്. ഇപ്പോൾ നമ്മൾ വെർട്ടിബ്രേറ്റ്സിൻ്റെ കാര്യം പറയുമ്പോൾ കൂടുതൽ എംബ്രിയോണിക് സ്റ്റേജിലൊക്കെ നമ്മുടെ ബോണുകളൊക്കെ കാർട്ടിലേജിൻ്റെ പരുവത്തിലാണ് ഇരിക്കുന്നത്. പക്ഷെ അത് പൂർണ്ണ വളർച്ച എത്തിക്കഴിയുമ്പോൾ എംബ്രിയോ മാറി പൂർണ്ണ വളർച്ച എത്തിയ കുഞ്ഞായിട്ട് മാറുമ്പോഴത്തേക്കിന് പല ബോണുകളും എങ്ങനെയായിട്ട് മാറും, ബോണായിട്ട് റീപ്ലേസ് ചെയ്യാറുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാർട്ടിലേജ് ഇസ് പ്രസൻറ്റ് ഇൻ ദ ടിപ്പ് ഓഫ് ദ നോസ്, ഔട്ടർ ഇയർ, ജോയിൻസ് ഇൻ ദ വെർട്ടബ്രൽ കോളം, ലിംബ്സ് ആൻഡ് ഹാൻഡ്സ് ഇൻ അഡൽട്സ്. അപ്പം നമ്മുടെ ബോഡിയിൽ കാർട്ടിലേജ് എവിടെയൊക്കെയാണ് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നോസിൻ്റെ ടിപ്പിൽ, ചെവി ഇല്ല, ഇയർ പിന്നയുടെ ഭാഗത്ത്, ജോയിൻറ്റുകളിൽ. ഇതാണ് ഈ ജോയിൻറ്റ്, ഒരു ബോൺ മറ്റൊരു ബോണുമായിട്ട് ചേരുന്ന ജോയിൻറ്റുകളിൽ ഒക്കെ എന്തുണ്ടെന്നാണ് പറഞ്ഞേ, കാലിലെയും കയ്യിലെയും ഒക്കെ ജോയിൻറ്റുകളിൽ. അതുപോലെ നട്ടലിൻ്റെ ഇടയ്ക്കുള്ള ജോയിൻറ്റ്, നമ്മൾ ഡിസ്ക് എന്നൊക്കെ പറയത്തില്ലേ, നട്ടലിലുള്ള ഡിസ്ക് എന്ന് പറയില്ലേ, കഴുത്തിലും നട്ടലിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള ബോൺസിലെല്ലാം നമ്മൾ കാർട്ടിലേജിൻ്റെ പീസസ് നമുക്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ കാർട്ടിലേജ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ കാർട്ടിലേജ് നമ്മുടെ ബോഡിയിൽ ഉള്ളൂ, അല്ലെങ്കിൽ ആനിമൽസിൻ്റെ ബോഡിയിൽ ഉള്ളൂ. കൂടുതലും എന്താ ഉള്ളത്, ബോണാണ്. നെക്സ്റ്റ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂവിൽ വരുന്നതാണ് ബോൺ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഹാർഡ് ആൻഡ് നോൺ പ്ലയബിൾ മാട്രിക്സ് റിച്ച് ഇൻ കാൽസ്യം സാൾട്ട് ആൻഡ് കൊളാജൻ ഫൈബേഴ്സ് വിച്ച് ഗീവ്സ് ബോൺ ഇറ്റ് സ്ട്രെങ്ത്. അല്ലേ, ഇറ്റ് ഈസ് ഹാർഡ്. ബോൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓടിക്കാനൊന്നും പറ്റത്തില്ല, ഫ്ലെക്സിബിൾ അല്ല, അല്ലേ, അങ്ങനെയുള്ള സാധനമാണ് ബോൺ എന്ന് പറയുന്നത്. വിച്ച് ഈസ് റിച്ച് ഇൻ കാൽസ്യം സോൾട്ട്, കാൽസ്യം ഒക്കെ ധാരാളം ഉള്ളതുകൊണ്ടാണ് അതിന് സ്ട്രെങ്ത് കിട്ടുന്നത്. ആൻഡ് കൊളാജൻ ഫൈബേഴ്സ് ഗീവ് ബോൺ ഇറ്റ് സ്ട്രെങ്ത്. അപ്പോൾ കാൽസ്യം സോൾട്ടും കൊളാജൻ ഫൈബേഴ്സും കൂടെയാണ് ബോണിന് ഇത്രയും നല്ല സ്ട്രെങ്ത് കൊടുക്കുന്നത്. ബോൺ സെൽസ്, അതായത് ഓസ്റ്റിയോസൈറ്റ്സ്, ഈ പേര് ഓർത്ത്, നമ്മൾ കോൺഡ്രോസൈറ്റ് പറഞ്ഞ പോലെ തന്നെ ബോൺ കോശങ്ങളെ വിളിക്കുന്ന പേരാണ് ഓസ്റ്റിയോസൈറ്റ്സ്. ആർ സീൻ ഇൻ സ്പേസസ് കോൾഡ് ലാക്കുണെ. ഇതാണ് ബോണ്. ആ ബോണിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ ബോൺ കോശങ്ങൾ ഇരിക്കുന്ന ഒരു റീജിയൻ ഉണ്ട്. ആ റീജിയന് പറയുന്നത് ലാക്കുണെ എന്ന് പറയും. ഈ ബോൺ സെൽസ് എല്ലാം ഇങ്ങനെയുള്ള കോൺസെൻട്രിക് ലെയേഴ്സ് നമുക്ക് കാണാൻ കഴിയും. ബോണിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സർക്കുലർ ലെയേഴ്സ് ഉണ്ട്. ആ ലെയേഴ്സിൻ്റെ ഇടയിലുള്ള സ്പേസിലാണ് ഈ ബോൺ കോശങ്ങളായ ഓസ്റ്റിയോസൈറ്റ്സ് കാണപ്പെടുന്നത്. അത് ഓർത്തിരുന്നതാണ്. ബോൺ സെൽസിൻ്റെ പേര് ഓർക്കുക, ഓസ്റ്റിയോസൈറ്റ്സ്. ഇനി നമുക്ക് ഫങ്ഷൻ ഓഫ് ബോൺ പറഞ്ഞേക്കാണ്. സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂവിൽ ബോണിൻ്റെ പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് പ്രൊവൈഡ്സ് സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക് ടു ബോഡി. നമ്മുടെ ബോഡിക്ക് ഒരു സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക്, അല്ലേ, രൂപം നമുക്ക് കിട്ടുന്നത് ഈ ബോൺ ഉള്ളത് കൊണ്ടാണ്. സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്റ്റ് സോഫ്റ്റ് ടിഷ്യൂസ് ആൻഡ് ഓർഗൻ. നമ്മുടെ ഇൻറ്റർണൽ ഓർഗൻസ് ഒക്കെ ആയിട്ടുള്ള സോഫ്റ്റ് ബോണുകളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോഫ്റ്റ് ടിഷ്യൂസിനെയൊക്കെ നമ്മുടെ ബ്രെയിൻ ആയാലും ലങ്സ്, ഹാർട്ട്, ഇതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്തേക്കുന്ന ബോൺ കവറിങ് ഉള്ളത് കൊണ്ടാണ്, അല്ലേ. അപ്പോൾ സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ഷനാണ്. പിന്നെ അതുപോലെ ലിംബ് ബോൺ സെർവ്സ് വെയിറ്റ് ബിയറിങ് ഫങ്ഷൻ. നമുക്കറിയാം നമ്മുടെ കാലിലെയും കയ്യിലെയും ബോണുകൾ വെയിറ്റ്, നമ്മുടെ ബോൺസിൻ്റെ നമ്മുടെ ശരീരഭാരം താങ്ങാനുള്ള ശേഷി അവർക്ക് ഉണ്ട്. പിന്നെ അതുപോലെ ടേക്ക് പാർട്ട് ഇൻ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ്, അല്ലേ, ബോൺ ഉള്ളത് കൊണ്ടാണ് നമുക്ക് മൂവ് ചെയ്യാനൊക്കെ പറ്റുന്നത്. ബ്ലഡ് സെൽസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ബോൺ മാരോ. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലേ. ബോണിൻ്റെ അകത്തുള്ള ബോൺ മാരോയിൽ നിന്ന്, മജ്ജയിൽ നിന്നാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബ്ലഡ് കോശങ്ങൾ ഉണ്ടാവുന്നതെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം ബ്ലഡ് സെൽസ് ഉണ്ടാവാനും ആർക്ക് ഫങ്ഷനുണ്ട്, ബോണിൻ്റെ ഫങ്ഷനാണ് ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളത്. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ്. സ്ട്രക്ചറൽ ഫ്രെയിം വർക്കാണ്. ഇറ്റ് ഗീവ്സ് സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ഷൻ ടു സോഫ്റ്റ് ടിഷ്യൂസ്. പിന്നെ ലോക്കോമോഷന് ഹെൽപ്പ് ചെയ്യും, മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യും, ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യും, വെയിറ്റ് ബിയർ ചെയ്യാനുള്ള കഴിവുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫങ്ഷൻ ഓഫ് ബോൺ. നെക്സ്റ്റ് ഒരു സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ബ്ലഡ് എന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ. ബ്ലഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ്സ് എ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ. അതൊരു പ്രത്യേകതയാണ്. അതിൻ്റെ മാട്രിക്സ് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് അഡെനൈൻ, അല്ലേ, പിന്നെ ഫ്ലൂയിഡ് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തില്ല, വേറൊരു കാര്യം കൂടി ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ അകത്ത് ഫൈബേഴ്സ് ആർ ആബ്സെൻറ്റ്. മറ്റ് രണ്ട് നമ്മളെല്ലാ കണക്റ്റീവ് ടിഷ്യൂസിൻ്റെ അകത്ത് എല്ലാത്തിൻ്റെ അകത്ത് ഫൈബേഴ്സ് ഉള്ളതായിട്ട് പറയുന്നുണ്ട്.
പക്ഷേ ബ്ലഡിൽ മാത്രം എന്തില്ല, ഫൈബേഴ്സ് ഇല്ല. അതുപോലെ തന്നെ ദ മാട്രിക്സ് ഈസ് ഫ്ലൂയിഡ് ലൈക്ക്. മറ്റടുത്ത് സെമി ആണെന്ന് നമ്മൾ പറഞ്ഞു, സെമി ഫ്ലൂയിഡ് ആണെന്ന് പറഞ്ഞു, ഡെൻസ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ വരുമ്പോൾ അത് തനി ഫ്ലൂയിഡായിട്ട് തന്നെയാണ്, ലിക്വിഡ് ഫോമിലാണ് അതിൻ്റെ മാട്രിക്സ് ഇരിക്കുന്നത്. ആ വെള്ളത്തിലാണ് നമ്മൾ അതിനെ മാട്രിക്സ് ബ്ലഡിൻ്റെ വാട്ടറി ഫോമിന് പറയുന്ന പേരാണ് പ്ലാസ്മ എന്ന് പറയും. പ്ലാസ്മയ്ക്കകത്താണ് ഈ കോശങ്ങളെല്ലാം കിടക്കുന്നത്. ഇതിൻ്റെ അകത്തെ കോശങ്ങളെ നമുക്കറിയാം RBC ഉണ്ട്, WBCs ഉണ്ട്. ഈ റെഡ് കളറിൽ കാണിച്ചേക്കുന്നതെല്ലാം RBC ആണ്. ഈ കാണിച്ചേക്കുന്നതെല്ലാം ഈ വലിയ സെൽസ് എല്ലാം WBCs ആണ് അല്ലേ. പിന്നെ അതുപോലെ ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് RBC, ഇതെല്ലാം WBCs, ഇതെല്ലാം പ്ലേറ്റ്ലെറ്റുകൾ. അങ്ങനെ ബ്ലഡ് സെൽസ് ഡിഫറെൻ്റ് ആണ്. മറ്റ് കണക്റ്റീവ് ടിഷ്യൂവിൽ നിന്ന് ഒരു വ്യത്യാസം ഈ ബ്ലഡ് സെൽസിന് ഉണ്ട്. ഹെൽപ്പ് ഇൻ സർക്കുലേഷൻ ഓഫ് വേരിയസ് സബ്സ്റ്റൻസ്. നമുക്കറിയാം ബ്ലഡ് വഴിയാണല്ലോ എല്ലാ കാര്യങ്ങളും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഓക്സിജൻ ആയാലും കാർബൺ ഡയോക്സൈഡ് ആയാലും വേസ്റ്റ് മെറ്റീരിയൽസ് ആയാലും എല്ലാം തന്നെ ബ്ലഡിൽ കൂടിയാണ് ട്രാൻസ്പോർട്ട്. അപ്പോൾ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ഹാവിങ് നോ ഫൈബേഴ്സ് എന്നുള്ളതാണ്. ഫൈബേഴ്സ് ഇല്ലാത്ത കണക്റ്റീവ് ടിഷ്യൂ ഏതെന്ന് ചോദിച്ചാൽ ബ്ലഡ് ആണെന്ന് ഓർക്കുക. അല്ലെങ്കിൽ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ഏതാണെന്ന് ചോദിച്ചാലും ബ്ലഡ് ആണെന്ന് ഓർക്കുക. ബ്ലഡിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ നെക്സ്റ്റ് വരുന്ന ചാപ്റ്ററുകളിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതുകൊണ്ട് ഇവിടെ നമ്മൾ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്താണ് ബ്ലഡ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അടുത്ത ടിഷ്യൂ ആണ് മസ്കുലാർ ടിഷ്യൂ എന്ന് പറയും. മസ്കുലാർ ടിഷ്യൂ നിങ്ങൾക്കറിയാം മസിൽസ് ആണ് അല്ലേ. അപ്പോൾ മസിൽസിനെ കുറിച്ച് പഠിക്കുമ്പോൾ മസിൽ നമുക്കറിയാം ബോണിനെ കവർ ചെയ്ത് കാണുന്ന, നമ്മുടെ സ്കെൽറ്റൽ സിസ്റ്റത്തിനെ കവർ ചെയ്താണ് മസ്കുലാർ ടിഷ്യൂസ് കാണുന്നത്. ദ ടിഷ്യൂസ് മെയ്ഡ് ഓഫ് മെനി മസ്കുലാർ ഫൈബേഴ്സ്. മസിൽ ഫൈബേഴ്സ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. അതിനെയാണ് നമ്മൾ മസിൽ ഫൈബറുകളെയാണ് മസിൽ കോശങ്ങൾ എന്ന് വിളിക്കുന്നത്. മസിൽ ഫൈബേഴ്സ് എന്ന് പറയും. അപ്പം ഈച്ച് മസിൽ ഫൈബേഴ്സ് ആർ കമ്പോസ്ഡ് ഓഫ് ന്യൂമറസ് ഫൈൻ മയോഫൈബ്രൽ. ഒരു മസിൽ ഫൈബറിനെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ മസിൽ ഫൈബറിൻ്റെ ഉള്ളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അനേകം മയോഫൈബ്രൽസ് കാണും. ഈ ഒരു മസിൽ മയോഫൈബ്രലാണ് ഈ പുറത്തേക്ക് എടുത്തേക്കുന്നത്. ഇതിൻ്റെ അകത്തുകൊണ്ട് ധാരാളം ഫിലമെൻ്റ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മസിലിൻ്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കാനുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ സ്ട്രക്ചർ ഓഫ് മസിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ നമുക്ക് എന്താണ് മസിൽ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. മസിൽ ഫൈബേഴ്സ് ആർ കമ്പോസ്ഡ് ഓഫ് ന്യൂമറസ് ഫൈൻ മയോഫൈബ്രൽസ്. അപ്പോൾ ഇത് മസിൽ ഫൈബറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ മസിൽ ഫൈബറിൻ്റെ അകത്ത് അനേകം മയോഫൈബ്രൽസ് ഉണ്ട്. മസിൽ ഫൈബേഴ്സ് ക്യാൻ കൺട്രാക്ട് ആൻഡ് റിലാക്സ്. മസിൽസിൻ്റെ ഒരു പ്രത്യേകതയാണ് കൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനുമുള്ള കഴിവുണ്ട്, ചുരുങ്ങാനും വികസിക്കാനുമുള്ള കഴിവുണ്ട്. മസിൽസ് ടേക്ക് പാർട്ട് ഇൻ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ്. അപ്പം മസിൽസ് ബോണിൻ്റെ കൂടെ ചേർന്ന് നമുക്ക് എന്തിനു സഹായിക്കുന്നുണ്ട്? മൂവ്മെൻറ്റിനും ചലനത്തിനും മൂവ്മെൻറ്റുകൾക്കും ഒക്കെ നമുക്ക് സഹായിക്കുന്നുണ്ട്. അതാണ് മസിൽ ഫൈബേഴ്സ്. മസിൽ ഫൈബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ടൈപ്സ് ഓഫ് മസിൽ. 3 തരം മസിൽസ് ആണ് നമുക്കുള്ള. സ്കെൽറ്റൽ മസിൽസ് ഓർ സ്ട്രയേറ്റഡ് മസിൽ ഓർ വോളണ്ടറി മസിൽസ്. ഈ സ്കെൽറ്റൽ മസിൽസിനെ 3 പേരിലാണ് അറിയപ്പെടുന്നത്. സ്കെൽറ്റൽ മസിൽസ് എന്നറിയപ്പെടും, സ്ട്രയേറ്റഡ് മസിൽസ് എന്നറിയപ്പെടും, വോളണ്ടറി മസിൽസ് എന്നും അറിയപ്പെടും. അത് എന്തുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ വിളിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് പറയാം. ഇനി സെക്കൻഡ് മസിലാണ് സ്മൂത്ത് മസിൽ. സ്മൂത്ത് മസിൽസിനെ നോൺ സ്ട്രയേറ്റഡ് മസിൽ എന്ന് വിളിക്കും, ഓർ വിസറൽ മസിൽസ് എന്ന് വിളിക്കാം, അല്ലെ ഇൻവോളണ്ടറി മസിൽസ് എന്നും പറയാം. ഇൻവോളണ്ടറി മസിൽസ് എന്നും പറയാം. വിസറൽ മസിൽസ് ഓർ ഇൻവോളണ്ടറി മസിൽസ് എന്നും പറയാം. അടുത്ത മസിലാണ് കാർഡിയക് മസിൽ. കാർഡിയക് എന്ന് കേൾക്കുമ്പോഴേ അറിയാം എവിടെ കാണുന്ന മസിലാണ്? ഹാർട്ടിൽ കാണുന്നു. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എന്തൊക്കെയാണ്? സ്കെൽറ്റൽ മസിൽസ് ഉണ്ട്, സ്മൂത്ത് മസിൽസ് ഉണ്ട്, കാർഡിയക് മസിൽസ് ഉണ്ട്. ഓരോ മസിൽസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സ്കെൽറ്റൽ മസിൽസ്, അല്ലെങ്കിൽ അവരെ വിളിക്കുന്ന സ്ട്രയേറ്റഡ് മസിൽ എന്നാണ്. ഇത് കൂടുതലും കാണപ്പെടുന്നത് ദേ ആർ അറ്റാച്ച്ഡ് ടു ബോൺസ്. ബോണുമായിട്ട് പറ്റിപ്പിടിച്ച് കാണുന്ന എല്ലാ മസിൽസിനെയും നമ്മൾ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും? സ്കെൽറ്റൽ മസിൽസ്. സ്കെൽറ്റനുമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്ന, സ്കെൽറ്റനുമായിട്ട് നമ്മുടെ തൊട്ടിരിക്കുന്ന മസിലുകളെയാണ് എപ്പോഴും സ്കെൽറ്റൽ മസിൽസ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം ബൈസെപ്സ് മസിൽസ്, നമ്മുടെ കയ്യിലൊക്കെയുള്ള ബൈസെപ്സ് മസിൽസ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതാണ് നമ്മുടെ ടെക്സ്റ്റിലുള്ള പടം. അതിൽ നമ്മൾ നോക്കിയാൽ ഇങ്ങനെ ആ മസിൽസ് ഇങ്ങനെ സിലിണ്ടറിക്കൽ ഷേപ്പാണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ അകത്തെല്ലാം സ്ട്രയേഷൻസ് കാണാം. സ്ട്രയേഷൻസ് പറഞ്ഞാൽ ഇങ്ങനെ വരകൾ നമുക്ക് കാണാൻ കഴിയും. വരകളുണ്ട്, ഇങ്ങനെ മൊത്തം വരകൾ
കാണാൻ കഴിയും. അപ്പോൾ വരകളുള്ളത് കൊണ്ടാണ് അതിനെ സ്ട്രയേറ്റഡ് മസിൽസ് എന്ന് പറയുന്നത്. സ്ട്രയേറ്റഡ് മസിൽസ് വിത്ത് സ്ട്രയേഷൻസ് എന്ന് പറയും. പിന്നെ ഇതിന് വേറൊരു പേര് നമ്മൾ പറഞ്ഞു വോളണ്ടറി ആണെന്ന്, അല്ലേ? വോളണ്ടറി മസിൽ എന്ന് പറയും. കാരണം ഈ മസിൽസ് വോളണ്ടറി ഇൻ ആക്ഷൻ ആണ്. വോളണ്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കയ്യിലെയും കാലിലെയും ഒക്കെ മസിൽസ് ആണെങ്കിൽ നമ്മൾ വിചാരിച്ചാലല്ലേ മൂവ് ചെയ്യത്തുള്ളൂ, അല്ലാതെ തന്നെ മൂവ് ചെയ്യത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിനെ എന്തെന്ന് വിളിക്കുന്നു നമ്മൾ? വോളണ്ടറി മസിൽസ് എന്ന് വിളിക്കും. പിന്നെ ഈ മസിൽസിൻ്റെ സ്ട്രക്ചറൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് ഓരോ മസിൽ ഫൈബറിൻ്റെ അകത്തും ഉണ്ട്. അത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്. അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ സിലിണ്ടറിക്കലാണ്, സ്ട്രയേഷൻസ് ഉണ്ട്, വോളണ്ടറി ഇൻ ആക്ഷൻ, പിന്നെ മൾട്ടി ന്യൂക്ലിയേറ്റഡ്, ഒത്തിരി ന്യൂക്ലിയസ് ഒരു മസിലിൻ്റെ അകത്ത് ഉണ്ടെന്നുള്ളത്. പിന്നെ മസിൽ ഫൈബേഴ്സ് ആർ ബണ്ടിൽ ടുഗദർ ഇൻ എ പാരലൽ ഫാഷൻ. ഇങ്ങനെ ബണ്ടിൽസ് ആയിട്ടാണ് അവർ കാണുന്നത്. എ ഷീറ്റ് ഓഫ് ടഫ് കണക്റ്റീവ് ടിഷ്യൂ എൻക്ലോസസ് സെവറൽ ബണ്ടിൽസ് ഓഫ് മസിൽ ഫൈബർ. ഒത്തിരി ബണ്ടിൽസിനെ ഒരു കവറിങ് കൊണ്ടാണ്, ഒരു കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ കവറിങ് കൊണ്ടാണ് ബൈൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം സ്കെൽറ്റലിനോട് അറ്റാച്ച് ചെയ്തേക്കുന്ന മസിൽസ് ആണ്, സ്ട്രയേഷൻസ് ഉണ്ട്, സിലിണ്ടറിക്കൽ ഷേപ്പാണ്, വോളണ്ടറി ഇൻ ആക്ഷൻ ആണ്. ഇത്രയാണ് സ്കെൽറ്റൽ മസിലിൻ്റെ ഫങ്ഷൻ. മൾട്ടി ന്യൂക്ലിയേറ്റഡും ആണ്. ഇനി നോൺ സ്ട്രയേറ്റഡ് മസിൽ അല്ലെങ്കിൽ സ്മൂത്ത് മസിൽസ് അല്ലെങ്കിൽ ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് വിസറൽ മസിൽസ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഇൻവോളണ്ടറി ആൻഡ് ഫ്യൂസിഫോം ഫൈബേഴ്സ് ടേപ്പർ അറ്റ് ബോത്ത് എൻഡ്. അതായത് ഈ മസിൽ ഫൈബറിൻ്റെ പ്രത്യേകത അതിൻ്റെ രണ്ടറ്റവും കൂർത്തതാണ്. ഫ്യൂസിഫോം എന്ന് പറയും, അല്ലെങ്കിൽ സ്പിൻഡിൽ ഷേപ്പ് എന്നും പറയും. രണ്ടറ്റവും കൂർത്തിരിക്കുന്ന ഇങ്ങനെ ഒരുമാതിരി നീഡിൽ ഷേപ്പിലിരിക്കുന്ന ഒരു മസിലാണിത്. ഇത് പക്ഷേ എല്ലാം കൂടെ ഒന്നിച്ചാണ് കാണപ്പെടുന്നത്. നോ സ്ട്രയേഷൻസ്, മറ്റിടത്ത് നമ്മൾ പറഞ്ഞ പോലെ വരകളൊന്നും ഇതിനില്ല, അല്ലേ? പിന്നെ സെൽ ജംഗ്ഷൻസ് ഹോൾഡ് ദം ടുഗദർ ആൻഡ് ദേ ആർ ബണ്ടിൽഡ് ടുഗദർ ഇൻ എ കണക്റ്റീവ് ടിഷ്യൂ. ഇങ്ങനെ ഒരു കണക്റ്റീവ് ടിഷ്യൂ കൊണ്ട് ബണ്ടിൽ ചെയ്താണ് ഇത് കാണുന്നത്. ദേ ആർ സീൻ ഇൻ ദ വാൾ ഓഫ് ഇന്റേണൽ ഓർഗൻസ് സച്ച് ആസ് ദ ബ്ലഡ് വെസൽസ്, സ്റ്റൊമക് ആൻഡ് ഇൻറ്റസ്റ്റൈൻ. ഇത് കൂടുതലും കാണപ്പെടുന്നത് ഇന്റേണൽ ഓർഗൻസിലാണ്. അതുകൊണ്ടാണ് അവരെ വിസറൽ മസിൽസ് എന്ന് വിളിക്കുന്നത്. വിസറൽ ഓർഗൻ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ഓർഗൻസിൽ, ഇപ്പോൾ കുടലിൽ ഒക്കെ കാണപ്പെടുന്ന മസിൽസ് ആണ് ഈ ബ്ലഡ് വെസൽസിൽ. ഇത് ബ്ലഡ് വെസൽസ് ആണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഇൻറ്റസ്റ്റൈനിൽ ഒക്കെ കാണുന്ന മസിൽസ് ആണ് ഏത്? സ്മൂത്ത് മസിൽസ് ഓർ നോൺ സ്ട്രയേറ്റഡ് മസിൽ ഓർ വിസറൽ മസിൽസ്. ആൻഡ് ഇത് എങ്ങനെയും കൂടിയാണ് ഇൻവോളണ്ടറി ആണ്. ഇൻവോളണ്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല അവർ പ്രവർത്തിക്കുന്നത്, അല്ലേ? ഇന്റേണൽ ഓർഗൻസിൻ്റെയും ബ്ലഡ് വെസൽസിൻ്റെയും ഒക്കെ പ്രവർത്തനം നമ്മൾ അറിയുന്ന പോലും ഇല്ല, അല്ലേ? അപ്പോൾ അവർ സ്വയം നിയന്ത്രിച്ചാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇൻവോളണ്ടറി മസിൽസ്. അനൈച്ഛിക പ്രവർത്തനങ്ങളാണ്, ഇൻവോളണ്ടറി ആക്ഷനാണ്. അപ്പോൾ അത്രയാണ് സ്മൂത്ത് മസിൽസിൻ്റെ പ്രത്യേകത. ഈ ഓരോ മസിൽസിൻ്റെയും പ്രത്യേകതകൾ പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഇൻവോളണ്ടറി നോൺ സ്ട്രയേറ്റഡ് മസിലിൻ്റെ പ്രത്യേകത സ്പിൻഡിൽ ഷേപ്പ്, യൂണിന്യൂക്ലിയസ്. കണ്ടോ, ഓരോ മസിലിൻ്റെ അകത്ത് ഒരു ന്യൂക്ലിയസ് ഉള്ളൂ. മറ്റേടത്ത് നമ്മൾ പറഞ്ഞിരുന്നത് ഒത്തിരി ന്യൂക്ലിയസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിന് സ്ട്രയേഷൻസ് ആർ ആബ്സെൻറ്റ്, സോ ഇറ്റ് ഇസ് കോൾഡ് ആസ് നോൺ സ്ട്രയേറ്റഡ്. പിന്നെ ഇറ്റ് ഇസ് സീൻ ഇൻ ഇന്റേണൽ ഓർഗൻ, സോ ഇറ്റ് ഇസ് കോൾഡ് ആസ് വിസറൽ മസിൽസ് എന്ന് വിളിക്കും. ആൻഡ് ഇൻവോളണ്ടറി ഇൻ ഫങ്ഷൻ ആയതുകൊണ്ട് ഇതിനെ ഇൻവോളണ്ടറി മസിൽസ് എന്നുകൂടി വിളിക്കും. അടുത്ത മസിലാണ് കാർഡിയാക് മസിൽ. കാർഡിയാക് എന്ന് കേൾക്കുമ്പോഴേ അറിയാം, സീൻ ഓൺലി ഇൻ ഹാർട്ട്, അല്ലേ? ഹൃദയത്തിൽ മാത്രം കാണുന്ന ഒരു തരം മസിലാണ് ഈ കാർഡിയാക് മസിൽ. ഇൻവോളണ്ടറി മസിൽ സീൻ ഓൺലി ഇൻ ഹാർട്ട്, ഹൃദയത്തിൽ മാത്രം കാണുന്നത്. ഇത് ഇൻവോളണ്ടറി കൂടിയാണ്. ഇൻവോളണ്ടറി എന്ന് ഹാർട്ടിലെ മസിൽസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ വിചാരിച്ചാൽ നിർത്താനോ സ്റ്റാർട്ട് ചെയ്യാനോ പറ്റത്തില്ലല്ലോ, അല്ലേ? അതപ്പോൾ അത് സ്വയം കൺട്രോൾ ചെയ്താണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇൻവോളണ്ടറി ആണെന്ന് പറയുന്നത്. അനൈച്ഛിക പ്രവർത്തനമാണ്. സെൽ ജംഗ്ഷൻസ് ഫ്യൂസസ് ദ പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ദ സെൽസ് ആൻഡ് മേക്ക് ദം സ്റ്റിക്ക് ടുഗദർ. ഇതെല്ലാം ഇങ്ങനെ ഫ്യൂസ് ചെയ്താണ് കാണുന്നത്. സിലിണ്ടറിക്കൽ ഷേപ്പാണ്, പക്ഷെ അവരെല്ലാം അറ്റാച്ച്ഡ് ഫോമാണ്. ഇങ്ങനെ പറ്റിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറ്റാച്ച് ചെയ്ത ഒരു ബ്രാഞ്ച് പോലെയാണ് ഇവർ കാണുന്നത്. ബ്രാഞ്ച്ഡ് ആയിട്ടാണ് ഇവരിയ്ക്കുന്നത്. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മസിലിന് കിട്ടുന്ന സ്റ്റിമുലേഷൻ അത് ബാക്കിയുള്ള ഭാഗത്തേക്കൊക്കെ വ്യാപിക്കാൻ വേണ്ടിയാണ് ഈ മസിൽസ് ഇങ്ങനെ ബ്രാഞ്ച്ഡ് ആയിട്ട് ഇരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ജംഗ്ഷൻസ് കോൾഡ് ഇന്റർകലേറ്റഡ് ഡിസ്ക് അലൗ ദ സെൽസ് ടു കൺട്രാക്ട് ആസ് എ യൂണിറ്റ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ കണക്ഷൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിന് പറയുന്നതാണ് കമ്മ്യൂണിക്കേഷൻ ജംഗ്ഷൻ, അല്ലെങ്കിൽ അതിന് വേറൊരു പേരും കൂടി ഉണ്ട്, ഇന്റർകലേറ്റഡ്
ഡിസ്ക് എന്ന് പറയും. ഇൻ്റർകലേറ്റഡ് ഡിസ്ക്. ആ ഡിസ്ക്കാണ് എല്ലാ സെല്ലുകളെയും തമ്മിൽ കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ജംഗ്ഷൻസ് ആണ് ഈ ജംഗ്ഷൻസ്. ഇൻ്റർകലേറ്റഡ് ഡിസ്ക് allow the cells to contract as a unit. When one cell receives a signal to contract, its neighbor cell are also contract. അപ്പോൾ ഒരു സെല്ലിന് ഒരു കൺട്രാക്ട് ചെയ്യാൻ സ്റ്റിമുലേഷൻ കിട്ടിയാൽ അത് ബാക്കി സെല്ലുകളെ കൂടെ കൺട്രാക്ട് ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ടാണ് അതിനെ ഈ കാർഡിയക് ഇത് ബ്രാഞ്ചഡ് ആയിട്ട് ഇരിക്കുന്നത്. ഈ ജംഗ്ഷൻസ് അതിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. ഈ ജംഗ്ഷൻ്റെ പേര് ഓർത്തിരുന്നോണം, ഇൻ്റർകലേറ്റഡ് ഡിസ്ക് എന്ന്. അപ്പോൾ കാർഡിയക് മസിലിൻ്റെ ഒരു വേറെ പ്രത്യേകത പറഞ്ഞ് ഇൻവോളണ്ടറി ആണെന്ന് പറഞ്ഞു. അതുപോലെ സ്ട്രയേഷൻസ് ഉണ്ട് ചെറുതായിട്ട്. എന്നാൽ മറ്റേതിൻ്റെ സ്ട്രയേറ്റഡ് മസിലിൻ്റെ അത്രത്തോളം സ്ട്രയേഷൻസ് ഇല്ല, ഫെയിൻലി സ്ട്രയേറ്റഡ് ആണ്, കുറച്ച് സ്ട്രയേഷൻസ് മാത്രമേ ഉള്ളൂ. യൂണി ന്യൂക്ലിയേറ്റഡ് ആണ്, ഇതിൻ്റെ ഒരു സെല്ലിൻ്റെ അകത്ത് ഒരു ന്യൂക്ലിയസേ വരുന്നുള്ളൂ. പിന്നെ അതുപോലെ ബ്രാഞ്ചഡ് ആണെന്നുള്ള പ്രത്യേകത. പിന്നെ ഇതിന് ഫറ്റീഗ് ഒന്നും ഉണ്ടാവാറില്ല. ഇത് എപ്പോഴും നോൺ സ്റ്റോപ്പായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഹൃദയം നമുക്കറിയാം, ഹൃദയം റെസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഒരിക്കലെങ്കിലും റെസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, അല്ലേ? നമ്മൾ ജീവൻ വെക്കുന്ന കാലം തൊട്ടേ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടിഷ്യൂ ആണ് ഈ കാർഡിയക് മസിൽ എന്ന് പറയുന്നത്. അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് ആൾ മരിക്കുകയും ചെയ്യും, അല്ലേ? അപ്പോൾ അത് സ്റ്റോപ്പ് ആവാതെ തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടിഷ്യൂ ആണ് കാർഡിയക് മസിൽ എന്നും ഓർക്കുക. ബ്രാഞ്ചഡ് ആണെന്ന് ഓർക്കുക, യൂണിന്യൂക്ലിയേറ്റഡ് ആണെന്ന് ഓർക്കുക, ഇൻവോളണ്ടറി ആണെന്ന് ഓർക്കുക. ഇറ്റ് ഈസ് പ്രസൻറ്റ് ഓൺലി ഇൻ ദ ഹാർട്ട്. പിന്നെ അതിൻ്റെ പ്രവർത്തനമാണെങ്കിലും അതൊരു പ്രത്യേക താളത്തിലാണ്, റിത്തമിക് ആയിട്ടാണ് നടക്കുന്നതെന്ന് കൂടി ഓർക്കുക. കൺട്രാക്ഷൻ, റിലാക്സേഷൻ, കൺട്രാക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അല്ലാതെ ഫുള്ളി കൺട്രാക്റ്റഡ് സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഫുള്ളി റിലാക്സ്ഡ് സ്റ്റേറ്റിലോ അത് നിൽക്കത്തില്ല. എപ്പോഴും അത് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു മസിലാണ് കാർഡിയക് മസിൽ. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ന്യൂറൽ ടിഷ്യൂ ആണ്. ന്യൂറൽ ടിഷ്യൂവിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. മസ്കുലർ ടിഷ്യൂവും ന്യൂറൽ ടിഷ്യൂവും നമുക്ക് 2 ചാപ്റ്റേഴ്സിലായിട്ട് പഠിക്കാനുണ്ട്. അതുകൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല ഇവിടെ ഈ ചാപ്റ്ററിൽ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അതുപോലെ ന്യൂറൽ ടിഷ്യൂ എന്ന് പറയുന്നത് ന്യൂറോൺസ് അല്ലെ നെർവസ് ടിഷ്യൂ ആണ്, അല്ലേ? നെർവ്സ് ആണ്. നമ്മുടെ ബോഡിയിൽ നിറയെ നെർവുകളുണ്ട്. അപ്പോൾ നെർവ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഓഫ് ദ ബോഡി. നമ്മുടെ ശരീരത്തിനെ നിയന്ത്രിക്കുകയും ഓർഡറിൽ എല്ലാ പ്രവർത്തനങ്ങളെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനും സഹായിക്കുന്ന സിസ്റ്റമാണ് നെർവസ് ടിഷ്യൂ അല്ലെ നെർവസ് സിസ്റ്റം. അപ്പോൾ നെർവസ് ടിഷ്യൂ ഇസ് മേഡപ്പ് ഓഫ് ന്യൂറോൺസ്. നമുക്കറിയാം ന്യൂറോണുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. യൂണിറ്റ് ഓഫ് ന്യൂറൽ സിസ്റ്റം ന്യൂറോൺസ് ആണ്. ന്യൂറോൺസ് ആർ എക്സൈറ്റബിൾ സെൽസ്, ദേ ക്യാരി ഇമ്പൾസ്. അതായത് എക്സൈറ്റബിൾ സെൽസ് എന്ന് പറഞ്ഞാൽ ഇതിന് എന്തെങ്കിലും ഒരു സ്റ്റിമുലേഷൻ കിട്ടിയാൽ അത് എക്സൈറ്റഡ് ആകും, സ്റ്റിമുലേറ്റഡ് ആകും. അങ്ങനെ ആ സ്റ്റിമുലേഷൻ ഇതിൽ കൂടെ കണ്ടക്ട് ചെയ്ത് നെക്സ്റ്റ് ന്യൂറോണിലേക്ക് പാസ് ചെയ്യും. അങ്ങനെ ആ സ്റ്റിമുലേഷൻ പോകുന്നതിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുന്നത്, അല്ലേ? ആ ഇമ്പൾസ് നമുക്കറിയാം, നമ്മുടെ കയ്യിലോ കാലിലോ ആരെങ്കിലും ഒക്കെ തൊട്ടാലോ അല്ലെങ്കിൽ നമ്മളൊരു ചൂടുള്ള ഓബ്ജക്റ്റിൽ തൊട്ടുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് റിസീവ് ചെയ്യുന്ന പാട്ടുമുണ്ട്, അത് കൊണ്ടുപോയി നമ്മുടെ ബ്രെയിനിൽ എത്തിച്ചു കൊടുക്കുന്ന ഭാഗമുണ്ട്. അവിടെ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നതാണ്, അല്ലേ? നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ ന്യൂറൽ സിസ്റ്റം. നെർവ്സ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച് നമ്മൾ കാണാനും കേൾക്കാനും, അല്ലേ, അറിയാനും ഒക്കെ പറ്റുന്നത്. അതുകൊണ്ടാണ്, നെർവസ് സിസ്റ്റം ഉള്ളതുകൊണ്ടാണ്. ന്യൂറോൺസ് ആർ പ്രൊട്ടക്റ്റഡ് ആൻഡ് സപ്പോർട്ടഡ് ബൈ ന്യൂറോഗ്ലിയൽ സെൽസ്. ന്യൂറോൺസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കോശങ്ങളെയാണ് നമ്മൾ ന്യൂറോഗ്ലിയൽ സെൽസ് എന്ന് പറയും. ന്യൂറോഗ്ലിയ മേഡപ്പ് ഓഫ് മോർ ദാൻ ഹാഫ് ഓഫ് ദി വോളിയം ഓഫ് ദ ന്യൂറൽ ടിഷ്യൂ. ന്യൂറോഗ്ലിയ ആണ് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ടിഷ്യൂസിനെയാണ് ന്യൂറോഗ്ലിയ എന്ന് പറയുന്നത്, ഈ ചുറ്റുപാടും കാണുന്ന കോശങ്ങൾ. ന്യൂറോണിൻ്റെ പാർട്ടുകളൊക്കെ നമുക്കറിയാം, ഇല്ലേ? സൈറ്റോൺ അല്ലെങ്കിൽ സെൽ ബോഡി, പിന്നെ ഒരു ഡെൻഡ്രോൺസ് ഉണ്ട്, ഡെൻഡ്രൈറ്റുകളുണ്ട്, പിന്നെ ഒരു ലോങ് ഡെൻഡ്രോണിനെയാണ് നമ്മൾ ആക്സോൺ എന്ന് പറയുന്നത്. ആക്സോൺ വിഭജിച്ച് ആക്സോണൈറ്റ്സ് ആകുകയും, അല്ലേ, സിനാപ്റ്റിക് നോബുകൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന നമുക്കറിയാം. പിന്നെ അതുപോലെ ഈ ആക്സോണിൻ്റെ പുറത്തായിട്ട് എന്തുണ്ട്? മൈലിൻ ഷീറ്റുള്ള കാര്യം അറിയാം, നോഡ്സ് ഉള്ള കാര്യം അറിയാം, നോഡ് ഓഫ് റാൻവിയർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നെർവസ് സിസ്റ്റത്തിൽ ന്യൂറോണിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഫങ്ഷനും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഈ 4 തരം ടിഷ്യൂസിനെ കുറിച്ച് ഇവിടെ പറയുകയാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എപ്പിത്തീലിയൽ ടിഷ്യൂസ് പഠിച്ചു, കണക്റ്റീവ് ടിഷ്യൂസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പഠിച്ചു, മസ്കുലാർ ടിഷ്യൂ പഠിച്ചു, പിന്നെ ഈ ന്യൂറൽ ടിഷ്യൂ ന്യൂറോണിനെ കുറിച്ചും ജസ്റ്റ് ഒന്ന് പറഞ്ഞു.
ഇതിൽ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 2 ടിഷ്യൂസ് എല്ലാം ചോദിക്കും, പക്ഷേ എന്നാലും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എപ്പിത്തീലിയൽ ടിഷ്യൂസ് നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂ, അതിൻ്റെ ഫങ്ഷൻ, പിന്നെ അതുപോലെ കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നു, എന്തൊക്കെ ടിഷ്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുള്ളത് ഫ്ലോ ചാർട്ടായിട്ട് എഴുതി വെക്കുക. കണക്റ്റീവ് ടിഷ്യൂവിനെ 3ആയിട്ട് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ, സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. അതിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ആ ഡിവിഷനില്ലേ, അത് ബുക്കിൽ എഴുതി പഠിച്ചു വെക്കുക. അതെപ്പോഴും ചോദിക്കുന്നതാണ്. പിന്നെ അഡിപ്പോസ് ടിഷ്യൂസ് എപ്പോഴും ചോദിക്കുന്നതാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടെൻഡൻ ആൻഡ് ലിഗമെൻറ്റ്, അതും പലപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ മസ്കുലാർ ടിഷ്യൂ പറയുമ്പോൾ മസ്കുലാർ ടിഷ്യൂവിൽ നമുക്ക് സ്ട്രൈറ്റഡ് മസിൽ, നോൺ സ്ട്രൈറ്റഡ് മസിലിൻ്റെ പടം തന്നിട്ട് അത് തമ്മിലുള്ള ഡിഫറൻസ് എഴുതാൻ ചോദിക്കും. പിന്നെ അതുപോലെ കാർഡിയാക് മസിലിൻ്റെ പ്രത്യേകതകൾ ചോദിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. നെർവസ് ടിഷ്യൂ നമ്മൾ അധികം പഠിക്കാത്തത് കൊണ്ട് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇവിടെ നിന്നൊന്നും പരീക്ഷയ്ക്ക് ഒന്നും വരാറില്ല. അപ്പോൾ അങ്ങനെ 4 ടിഷ്യൂസാണ് ഇനി നമ്മൾ ഈ ആനിമൽ ടിഷ്യൂവിൽ ഇപ്പോൾ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കോക്രോച്ചിൻ്റെ അനാറ്റമി ആൻഡ് മോർഫോളജി. അത് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പഠിക്കാം.